ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ കാലങ്ങളായി നമ്മൾ കാത്തിരുന്ന എല്ലാവരും വേറെ ഏതൊക്കെ ഇതിൻ്റെ വ്ളോഗിലൊക്കെ വന്ന ആൾക്കാർ കമന്റ് ഉണ്ട്. ആ പെട്ടി ഒന്ന് പൊട്ടിക്ക് എങ്ങായിരുന്നു കമന്റ് ഇട്ടുണ്ട്. അപ്പൊ നമ്മളെ പെട്ടി പൊട്ടിക്കാൻ എന്ത് അതിലെന്താ അത് പറഞ്ഞല്ലോ അനുവിന്റെ വ്ളോഗിൽ തന്നെ നമ്മൾ പറഞ്ഞില്ലേ. അതില് ഞാനും അതിനും തന്നെയാണ് പോയിട്ട് ആ സാധനങ്ങൾ മുഴുവൻ വാങ്ങണത്. അപ്പൊ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് തന്നെ അപ്പം എടുക്കാനുള്ളതുള്ളൂ. ഞാൻ എടുക്കാണെന്നതാണ്, എനിക്കൊന്നും ആവശ്യമില്ലായിട്ടാണ്. മുട്ടായി ഞാൻ അങ്ങനെ കഴിക്കാനില്ല. പിന്നെ വേറെ ആവശ്യമുള്ള സാധനങ്ങൾക്ക് നമ്മളിൽ വാങ്ങിക്കണതിൽ സാധനം വരും, സാധനം പെട്ടി പൊട്ടിക്കാൻ നമ്മൾ പോകുന്നേ ഉള്ളൂ. റെഡി അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് ഇതൊരു കുഞ്ഞിപ്പെട്ടി. ഇതിൽ കൂടുതലും ഡ്രസ്സാണ്, വേറെ സാധനങ്ങളൊന്നും ഇല്ല. ആ രണ്ട് സാധനത്തിലാണ് മെയിൻ ആയിട്ട് വരാൻ പോണത്. ഇതിലെന്താ? ഇതിലൊന്നും ഇല്ല. ഇത് പൊട്ടിക്കണോ? ഇതിലൊന്നും അപ്പുറത്തെ എന്തോ ഉണ്ടോ? അപ്പുറത്തെ എന്തൊക്കെ ഉണ്ടോ? എന്താ എടാ, ഇത് രണ്ടെണ്ണം ഉണ്ടല്ലോ. ഇതില്ലേ ഈ പെട്ടി ഉണ്ടല്ലോ, ഞാൻ ഇവിടെ അടച്ചു കൊടുന്ന് വെച്ചോ. ഞാൻ വൈകുന്നേരം അടുക്കളയിൽ പോയി നോക്കിയപ്പോൾ പെട്ടി തുറന്നു നടക്കണേ. ഈ ലേസിന്റെ പാക്കറ്റൊക്കെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു. അതൊന്നാ ഇതിന് ഇടക്കിടക്ക് എന്തൊക്കെ എടുത്തു പോകുന്നുണ്ട്. അനുവിന്റെ ഇതിലുണ്ട്. ഇതൊക്കെ നിങ്ങളെ ആ താത്ത തന്നതാട്ടോ. ഇത് ആണ് ഇതൊക്കെ സൈക്കോ സൈക്കോ ഇതാ ഷാള് ഷാള് എന്താണ്? മോജന്റെ ഷോളോ? മോജന്റെ ഷോൾ ഇത്ര അടിപൊളിയാ. എല്ലാരും പറയണം മോജ ഷോൾ. ഇതാണ് കാലിഗ്രഫി പെന്ന്. എന്തോ കാലിഗ്രഫി പെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. ഇതെന്താ ചിപ്സ് ഒക്കെ ഇതിലെന്നെ ചിന്തിയോ? ഇതാ ഇതാ മറ്റേ ചാവിട്ട് പൊട്ടിച്ച സാധനം. ഇതാണ് നമ്മളെ സാധനം. ഈ സാധനം എല്ലാവരും യൂസ്ഡ് ഞാൻ കഴിഞ്ഞിട്ടില്ല. ഊതായോണ്ടാണ് എനിക്ക് അത്ര ഇഷ്ടം. ഞാൻ വേറെ ഏത് പെർഫ്യൂം യൂസ് ചെയ്യില്ല. ഊതിന്റെ പെർഫ്യൂം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് സെറ്റ് അല്ലേ? ഫ്രൂട്ടി. ഞാൻ ഊതിന്റെ ആളേനി. ഞാൻ അതിന്റെ ആളേനി. ഈ സാധനം സെറ്റാണ്. ഇത് നമുക്ക് വേദനക്കും ജലദോഷത്തിനും ഇത് വെള്ളത്തിൽ ഉറ്റിച്ച് കുടിക്കാനും പറ്റും. എന്തും കാട്ടതുകൊണ്ട് ഇതൊരു തുള്ളി ഉറ്റിച്ചു കഴിഞ്ഞാല് ഇതിന്റെ എല്ലാ സാധനവും ഉണ്ട്. ഇത് കുടിച്ചാ സൈക്കോ ഭയങ്കര റിലീഫ്. ഇതൊക്കെ അതിന്റെ സാധനങ്ങളാണ്. ഇതൊക്കെ അതിന്റെ ഒപ്പം കിട്ടണതാണ് വാങ്ങുമ്പോ. ഇതതിന്റെ സ്പ്രേ. ഇതില്ലേ ഇത് കഴിയുമ്പോ കുറച്ചാക്കി നമ്മള് മറ്റേ അമൃതാഞ്ചം മണക്കൂലേ, അതേപോലെ വന്ന് മണക്കി അഞ്ഞൊന്ന് ഇങ്ങനെ ആക്കിട്ട് മണക്കി. മൂക്ക് തുറക്കുന്നുണ്ട്. മൂക്ക് തുറക്കില്ലേ? സെറ്റല്ലേ? ഇതിന്റെ പേര് യിങ്യാങ് ആൽ ജപ്പാനീസ് ഫ്ലൻജൻജോൾ. അവിടെ സൈക്കോ എന്തൊക്കെ എടുക്കണേ? ഇതൊക്കെ ഞാൻ ഇട്ട ഡ്രസ്സുകളാണ്. നമ്മൾ ഈ വ്ളോഗിന്റെ അവസാനത്തിന് സൈക്കോന്റെ ഇന്നലത്തെ രാത്രിക്കത്തെ ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് ഈ വ്ളോഗിന്റെ അവസാനം ഒരു സാധനങ്ങൾ സാധിച്ചു തരണം. ഇവരുടെ ഒരു പാട്ട് ഞാൻ, അതായത് ഇവർ രണ്ടാളും കൂടി പാടുന്ന ഒരു പാട്ട് ഞാൻ ഇന്നലെ ഒരു റീലിൽ കണ്ടിനി. ആ സെയിം പാട്ട് ഇവർ രണ്ടാളും കൂടി നിന്നിട്ട് പാടിക്കാണ്ടായിരിക്കണം ഈ വ്ളോഗ് അവസാനിക്കേണ്ടത്. എന്ത് പറയുന്നത്? ആയിക്കോട്ടെ, അതിന്റെ ഒരു ആഗ്രഹമാണ്. അതൊന്നും കുഴപ്പമില്ല.
നമുക്ക് അവസാനം പാടാം. അതെ കലാശക്കൊട്ട്. നിങ്ങളും കൂടി പാടണം. ഇതിന്റെ മെയിൻ സാധനം ഇവിടെ ഇത് ഞാൻ റൂമിക്ക് വാങ്ങിട്ടോ അത് ഓന ഒറ്റക്കുള്ള നാളെ നമുക്ക് ഇത് ഹാളിലാണ് വെക്കാം നമുക്ക് അങ്ങനത്തെ പ്രശ്നമില്ല. പുതിയ മോഡൽ വാങ്ങിയത് സൽമാൻ കേള ഞാൻ പോയിരുന്നു. അല്ലെങ്കിൽ വൈഫൈ കുറച്ച് സ്പീഡ് ആകുമ്പോൾ നിന്റെ റൂമിൽ വെച്ചോന്നാണ്. ഇത് മറ്റേ ഓട്ടോമാറ്റിക് ആയിട്ട് റൂം ഫ്രഷ്നർ അല്ലേ? ഓട്ടോമാറ്റിക് ആവും. ഓട്ടോമാറ്റിക് മണം അങ്ങനെ വരും, ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രേ വരും. അതിന് ഇതേണ്ട ട്യൂൺ ചെയ്തൊന്നും വേണ്ട. ഇത് നിറച്ച് ഇത് ഇതിന്റെ ഉള്ളിൽ വെക്കും, റീഫിൽ ചെയ്യും, ഗ്യാസ് റീഫിൽ ചെയ്യും. ആളില്ലാത്തപ്പം ഇത് പോവില്ലേ? അപ്പം ഓഫാക്കി ഇടണം, അതാണ് മറക്കരുത്. ഇങ്ങനെ അടിച്ചു പോകും. അതില് ഫില്ല് ചെയ്യാൻ സാധനം ഫില്ല് ചെയ്യാനുള്ളത്. അത് മറക്കല. വേറെ ഇതിൽ അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല. ഇത് ഫുൾ നമ്മളെ ഡ്രസ്സും സാധനങ്ങളും തന്നെയാണ് ഇതിൽ കാര്യം. ഇത് നമ്മളെ സ്വന്തം ബ്രാൻഡ് ഹനാൻ, നമ്മളെ സ്വന്തം ബ്രാൻഡ്, നമ്മളെ സ്വന്തം യാസർ അളിയ അളിയൻ. ഒരു മോതിരം ഉണ്ട്, ഇത് കാണാനല്ല. ഇതിലെവിടെ ഒരു മോതിരം ഉണ്ട്, അത് എവിടെയാണാവോ? അപ്പൊ ഇത് അടച്ചിട്ട് അങ്ങോട്ട് വെച്ചാ എന്നുണ്ട്, സെറ്റല്ലേ? ഇപ്പച്ചിക്ക് ഹിജാബ് ഇഷ്ടപ്പെട്ടോ? മെല്ലെ പൊക്കിക്കോട്ടെ ഊരമ്മേ. അത് കഴിഞ്ഞോ? അതിലൊന്നുമില്ലേ? ഇനിയാണ് സർപ്രൈസ്. ഇത് അവിടെ കാസർഗോഡ് ഷോപ്പ് വാങ്ങിയ ട്രൗസറാ. ആദ്യം ഏതാ? ആദ്യം ഇത് പൊട്ടിക്കണോ ഇത് പൊട്ടിക്കണോ? ആദ്യം ഏതാ? ആദ്യം വലുതെന്ന് തുടങ്ങണം എന്നാണ് അനു പറഞ്ഞത്. കത്തി കാല് വരി കേട്ടോ. അതെ ഇന്നാള് പൊളിച്ച പോലെ ഒന്നാലും പൊളിക്കല്ലേ? ഇല്ല, ആ സാധനം കട്ടിങ് മറ്റേതുണ്ട്, ഇങ്ങനെ വല്ലാക്കിയിട്ട് ഇത് സെറ്റല്ലേ? ആ ഇതാണ് ഞാൻ തെരയണ പെട്ടി മുഴുവൻ കൊണ്ടാ. ഇതിന്റെ കയ്യിലുണ്ട്, സേഫാ. പെട്ടി പൊട്ടിക്കാനുള്ള സാധനം ഇവിടെ കൊല്ലങ്ങളായിട്ട് പെട്ടി പൊട്ടിക്കണ പോലെ ഉണ്ട് ഇവിടെ. എന്നും ഞമ്മളാണ് പൊട്ടിക്കല്. ഇന്ന് ഇപ്പച്ചി പൊട്ടിച്ച് ഇല്ല, ഇപ്പച്ചി ഗൾഫിക്ക് പോയ ആൾക്കാരെ കുറെ ഡീൽ ചെയ്ത് നൊട്ടറക്കും. ഇത് ദുബായിന്ന് എപ്പോഴും നമ്മളിത് ദുബായിൽ നിന്ന് നാളെ കൊണ്ടിരിപ്പിച്ചിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഗൾഫാരനാട്ടോ ജസീം. ഇതുവരെ ഒരു പെട്ടി ഇതിലെ വരിക. ഇനിയിപ്പോ പെട്ടി വരണ്ട, ഇന്നെന്തേലും സാധനങ്ങള് മുട്ടായിയോ കട്ടായിയോ. നാളെ നമുക്ക് ഇത് തന്നയച്ചിനല്ലോ, പിന്നെ ഖത്തറിന്. വാട്ട് ഈസ് ദിസ് ജസീം? കുനാഫല്ലേ? ഹൗ ഈസ് ദിസ് പോസിബിൾ? ആ തിന്നണ സാധനത്തിന്റെ പേരല്ലേ ലബാനോ തന്നയച്ചിന്. ബീലബാൻ കൊടുത്തയച്ചു. പെട്ടി പൊട്ടിക്കൽ ഫൈനൽ ബോസ്. ഒരേ കണ്ടോ, ഒരു അധ്യാപന്റെ കയ്യിൽ അത്യാവശ്യം വേണ്ട സാമഗ്രികളൊക്കെ വേണം. ഇതും അധ്യാപനമായിട്ട് എന്താന്ന് ചോദിച്ചാല് ഇന്നത്തെ കാലഘട്ടത്തിൽ മനസ്സിലായില്ലേ? അതാണത് ആർട്ട് കട്ടർ എന്നതിന് പറയാം. മനസ്സിലായില്ലേ? നാളെ ബാങ്ക് പോയപ്പോഴേ ഞാൻ പേൻ എടുക്കാൻ മറന്നിരുന്നു. ബാങ്കിൽ എപ്പോഴും പേൻ ആവശ്യമാണല്ലോ. ഉണ്ടോ? അത് ജില്ലാനെ അങ്ങനെ പഠിക്കരുത്. അപ്പോഴാണ് ഇത് ഒന്നായിട്ട് പോവാ. ബാങ്ക് പോയിട്ട് ബാക്കി പറയും. ബാങ്കിൽ പോയിട്ട് ഒരാൾ എന്നോട് വെച്ചു, മഷ പേനെന്ന് കാട്ടിയാണിയാണ്. ഞാൻ തപ്പിയൊക്കെ പേൻ എടുത്തിട്ടില്ല. ഒരാളിങ്ങനെ നോക്കിയിട്ടേ അത് നോക്കിയിട്ടേ എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞത്? ആ അയാള് പറയണേ നിങ്ങളൊക്കെ ഒരു മാഷാണല്ലോ. അപ്പൊ മാഷ കയ്യിൽ എപ്പോഴും പേന വേണമെന്നാണ് ആ സാധുവിന്റെ വിചാരം. അതാണ് മനസ്സിലായില്ലേ? കണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും അങ്ങോട്ടോട്ട് പറഞ്ഞിട്ടില്ലണ്ടോ? നീറ്റ് ആൻഡ് ക്ലീൻ. തൊട്ടാനായിക്കുള്ള മാറി കുറച്ച് മാറി
ഗൈസ് അപ്പോൾ ഇപ്പോൾ ബാങ്ക് കൊടുത്തപ്പോൾ നമ്മളൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ സാധനം എടുക്കട്ടോ. പെച്ചിന്റെ ആർട്ട് കട്ടർ ഇവിടെ മെല്ലെ കേട്ടോ, മെല്ലെ പൊടി വാർപ്പിച്ചല്ലേ, മെല്ലെ മെല്ലെ ഐഡിയപരമായിട്ട്. അല്ലെങ്കിൽ ഞാൻ ചെയ്യും നമ്മുടെ ഇവിടെ ഡോക്ടർമാരുണ്ട്. ഇത് ഡോക്ടർ അസുറാണ് കേട്ടോ, വെറും അസുറല്ല. കത്തിയൊക്കെ കൈകാര്യം ചെയ്യലും നല്ലോ വെക്കും. കത്തി സൂക്ഷിച്ചുപയോഗിക്കണം, ഇല്ലെങ്കിൽ ഫസ്റ്റ് എക്സ്പെരിമെന്റിന്റെ ജസീമിന്റെ കാലുമല്ലേ അത് ക്യൂർ ചെയ്ത എന്റെ കാലുമ്പോ മുള്ളുത്തി. അതെടുത്ത നീ ഒരു 10-15 മുള്ളുണ്ട്, ഒന്നായിട്ട് കുത്തിയതാ. എന്നിട്ട് ബോസ് ഞാൻ ഒറ്റ കുജുത്തിയോ ഞാൻ റെഡി ചെയ്ത് തരാൻ മറ്റേ ഐഫോണിന്റെ സിം എടുക്കുന്ന സാധനം അതെടുത്താണ് കുത്തൽ തുടങ്ങി. 15 മുള്ള എമർജൻസി ആയിട്ട് എടുക്കല് മസ്തി. അതെ, ഞാൻ ഡോക്ടർമാര് ഡോക്ടർമാര് സ്ട്രോ ഇട്ടിട്ട് തത്സമയം ചെയ്യാനുള്ള പോലെ ചെയ്തതാണ്. പക്ഷെ ആ സമയം പോലെ ചെയ്തതുകൊണ്ട് അതെ പെട്ടെന്ന് പെട്ടി അനുവിന് തരാം. എന്നാ തുറന്നാ ഒരു പെട്ടി, ഒരു ബ്ലാക്ക് പെട്ടി കൊടുത്ത മിസ്സിംഗ് ആണ്. ഒരു ഭാഗം ആദ്യം ഏത് ഭാഗം? വലത്തെ ഭാഗം. അസുഖന്റെ വലത്തെ ഭാഗം അതാണ്. എന്റെ റൈറ്റിലല്ലടാ നീ, അപ്പൊ റൈറ്റ് അവിടെ തുടങ്ങാ. തുറന്ന അജോദിന്റെ റൈറ്റ് പറഞ്ഞാൽ ഞാൻ രണ്ടും നൊസ്റ്റാൾജിയ. ഇത് കലക്കി കുടിച്ചത്ര വേറൊരു സാധനം കലക്കി കുടിച്ചിട്ടുണ്ടാവില്ല. പണ്ടും ഇപ്പോഴും ബൗണ്ടി പോയപ്പോ ഇത് സീൻ സാധനം കേട്ടോ. ഇപ്പൊ അങ്ങനെ കുടിക്കലൊന്നുമില്ല. ആദ്യമൊക്കെ വെറും വിരുന്നാര് വന്ന കലക്കി കൊടുക്കല് സൈക്കോ ഒക്കെ തരും. ഇങ്ങോട്ട് വെക്കപ്പെടാ ആദ്യം എല്ലാവർക്കും തരും. എന്താ വെച്ചോളി. ആപ്രിക്കോട്ട്. അതിന് ഇതിന്റെ പേര് എന്താ ഇതിന്റെ പേര്? അല്ല ഫിഗ്, ഫിഗിക്കോട്ട്. നമ്മളങ്ങനെ പറയില്ല ആപ്രിക്കോട്ട്. ഇതെന്താ? പാൽ പോലെ 16 എനിക്കൊരു ഗേൾഫ്രണ്ട്. ഇതെന്താ ബൗണ്ടിയ? ഞാൻ പഠിച്ചു, ഞാനേ പഠിച്ചു. അതുവരെ ഓന് നിർത്തിയ നിങ്ങൾ രണ്ടാളോ? രണ്ടാക്കും കൂടി വന്നു കേട്ടോ. നിങ്ങൾ രണ്ടാളോ? ഞാൻ മധുരം കഴിക്കൂല. എന്നാ കൊടുക്കും. അനക്ക് തരൂല, കൂടുതലാണ് മധുരം. സെൻസോഡൈൻ. ഇതില് ഇഷ്ടംപോലെ മുട്ടായികളും പിസ്ത. As usual, always, all in bell. ഏതാണ്? പഴയ സാധനം. ഏത് പെട്ടിയാണെങ്കിലും ടൈഗർ ബാം മസ്റ്റ് ആണ്. ടൈഗർ മാമ ജലദോഷം വന്നു കഴിഞ്ഞാലേ പെട്ടെന്ന് മാറണം. എനിക്ക് 2-3 ദിവസം വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഞാൻ പണ്ട് കട്ടിയത് എനിക്ക് ടൈഗർ ബാം ഉമ്മ കൊണ്ടുവന്നു മറ്റേ ആവിയിലിടാന്. അപ്പൊ ഞാൻ എന്താ കാട്ടിച്ച് ഞാൻ ടൈഗർ ബാം എടുത്തിട്ട് മൂക്കിന്റെ ഉള്ളിലും പുറത്തോട്ട് തേച്ചു. എന്നിട്ട് കടന്നുറങ്ങി നീച്ചപ്പോ തൊലി അങ്ങനെ പോയി. ഇവിടെ ഫുള്ളിൽ വെള്ളം. ഞാൻ അമ്മോന്റെ കുട്ടീന്റെ മുടി ഇലക്ഷനിൽ പോയത് എങ്ങനെയാണ്? ഞാൻ മറ്റേ ഇതുണ്ടല്ലോ തമീത്ത മറ്റേ വില്ലന്, ഒരു സൈക്കോ വില്ലന്റെ ഒരു പടം ഇറങ്ങിയ ഏത് അലക്സാണ്ടറോ അങ്ങനെ എന്താ പറഞ്ഞാല് അതേ മരി ഓന്റെ മരിയാ. മൂക്കൊരു വെള്ള കളറ്, മുടി മൊട്ടടിച്ച് കാണുന്നു, അങ്ങനത്തെ ആള്. അന്ന് മനസ്സിലായി ടൈഗർ ബാം മൂക്കുമ്പോ തേക്കരുത്. ബദാം ഒറ്റടിക്ക് മാറും ഉള്ളിലൊക്കെ തേച്ച്
പേര് പറയും. എന്താ ഇതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇതും അതെ വാസലിൻ. ഇങ്ങനെ ഒരതിയിട്ട് വേണം ഡയറക്റ്റ് അപ്ലൈ ചെയ്ത്. അന്ന് 7ാം ക്ലാസ്സിലല്ലേ 6ാം ക്ലാസ്സിൽ എന്താ മിൽക്ക് മെയ്ഡോ മിൽക്ക് മെയ്ഡാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വാട്ട് ഈസ് ദിസ്? സെബാമെഡ് ഫ്രഷ് ഡിയോ ഫോർ സെൻസിറ്റീവ് സ്കിൻ. പൂച്ച ഗ്രൂമിങ് കണ്ടോ ഇത് ഇങ്ങനെ സ്മെല്ലിനുള്ളല്ലേ? ഇതെന്താ അറബി അറിയണ കൊടുക്കാം നമുക്ക്. ഇതെന്താണ് വായിക്കാം? അല്ലേ എനിക്ക് അറബി വായിക്കാം. ഹലീബ്. ആ അങ്ങനെ പറഞ്ഞ ഹലീബ് എന്ന് പറഞ്ഞാൽ എന്താ? മിൽക്ക്. മിൽക്ക് ഹലീബ് പറഞ്ഞ പാല്. ആ ടിൻ പാലില്ലേ മിൽക്ക് മെയ്ഡ് ആണോ? അല്ലേ അതാണ് സ്വീറ്റൻഡ് കണ്ടൻസ്ഡ് മിൽക്ക്. ആ മിൽക്ക് മെയ്ഡ്. ക്രീം അല്ലേ ശരിക്കും ഹലി ഹലി എന്ന് പറഞ്ഞാൽ സ്വീറ്റ്. പിന്നെ ടാങ്കിന്റെ പച്ച ചോപ്പൊക്കെ ഉണ്ടോ? നന്നായി. നെസ്ലാൻഡിന്റെ മിൽക്ക് മെയ്ഡ് കേട്ടോ, പുതിയ അനുഭവം. അത് നാട്ടിലുള്ള ഏതാ മിൽക്ക് കാരണം അതൊക്കെ വേറെ വേറെ ടേസ്റ്റ് ആണല്ലോ. അമൂൽ നല്ല അടുക്കള മിൽമ മിൽക്ക് മെയ്ഡ് നല്ല മിൽക്കി മിസ്റ്റ്. നെസ്ലാൻഡിന്റെ നാട്ടിൽ ആ ലെക്സ് സ്കൂൾക്ക് സോപ്പ് വേണം. നല്ല ചന്ദ്രിക വാങ്ങി തന്നെ കേട്ടോ. മെഡിമിക്സിന്റെ കിട്ടും 5 രൂപ. എല്ലാ സ്കൂളിലും പോണം കേട്ടോ. അങ്ങനെ ആക്കണ്ടേ? കുട്ടികൾക്ക് വാഷ് ചെയ്യാനേ. ന്യൂട്ടല്ല. ഇത് സൽമാന്. സൽമാൻ ഇപ്പൊ ഈയിടെയായിട്ട് ഇവിടെ നിക്കല് കുറച്ച് കൂടുതലാണ്. അപ്പൊ സൽമാൻ രാവിലെ എന്താ കൂട്ട ഇഡലിക്ക് ന്യൂട്ടല്ല, അപ്പത്തേക്ക് കട്ടിംഗ് ബ്ലേഡ് കൈയൊക്കെ മുറിയാക്കല്, കൈയൊന്നും മുറിയാക്കല്. ചോർക്ക് ചമ്മന്തിക്ക് പകരം ന്യൂട്ടല്ല. ഒരു സ്പൊഡൂനി അറിയണ്ടോ ഇതിന്റെ ഗ്ലാംബി. ഇതെന്താ യാർഡ്ലി? ഇതെന്താ മോയ്സ്ചറൈസറോ? ഇതാ പറ്റിയത് ഒമേഗ പൈസ കൊടുത്ത് വാങ്ങണേ. വേദനകളെ ഉപ്പലേ വിട പായലേ വിട വേദനയെ വിട. ന്യൂട്ടല്ല ഫോർ സൽമാൻ. വേദനകൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. വേദനകളില്ലാത്ത എന്നോട് ചോദ്യം ചോദിക്കട്ടെ, ഈ ന്യൂട്ടല്ല ഫാൻസിനോടാണ് ഈ ന്യൂട്ടലിന്റെ എന്നെ മാത്രം എന്തുകൊണ്ട് ഒരു കറുപ്പിലേത്? എന്നാ ശരി, വ്ളോഗ് വൈൻഡ് അപ്പ് ചെയ്യാം. പോയി ജീവിതം. അല്ല ആടാ എല്ലാത്തിലും പ്രിന്റിംഗ് മിസ്റ്റേക്ക്. കമ്പനി തുടങ്ങി എന്തുകൊണ്ടാണ് എന്നെ ബ്ലാക്ക്? പറഞ്ഞോണ്ടാ ഒഴിച്ചു ഇതേ ഉത്തരപ്പ് വരും. പെയിന്റ് പിന്നെ ഇതാക്കിയപ്പോ തന്നെ തീർന്നു. ആ ബ്ലാക്ക് ആണ് എടുത്തത്. ഇതങ്ങനെ ഒരു സംഭവത്തിൽ ഓല് ഉണ്ടാക്കിയതല്ല. ഇതോല് സത്യം പറഞ്ഞാല് മറ്റേ ലോഗോ ഡിസൈൻ ചെയ്യൂലേ ആ ടൈമിന് ആൾക്കാർ നോട്ടീസ് ചെയ്യാൻ വേണ്ടി. അത് ഹാസൽനട്ടിന്റെ കണ്ടേ അതന്നെ സംഭവം. അസർ മറന്നു, പിന്നെ ചാറ്റ് ജിപിടിയിൽ ബാക്കി നോക്കുകയാണ്. അതന്നെ ഈ ബ്ലാക്ക് അത് എണ്ണ നമ്മള് ന്യൂട്ടല്ല എന്ന് പറഞ്ഞ സാധനം നമ്മൾ വായിച്ചു തുടങ്ങുന്നത് എണ്ണിൽ നിന്നാണ് അല്ലേ? ന്യൂട്ടല്ല എന്ന് പറഞ്ഞത് എണ്ണിൽ നിന്നല്ലേ വായിച്ചു തുടങ്ങുന്നത്. അപ്പൊ ആ എണ്ണ ഇവരെന്ത് സൈലന്റ് ആക്കിയല്ല, ആ എണ്ണ വരെ വേറൊരു കളറാക്കി. അപ്പൊ നമ്മൾ ഏത് മൂലക്ക് വെച്ചാലും നോക്കും. ഇത് ഫുള്ള് റെഡിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വായിക്കാൻ ശ്രദ്ധിക്കാല്ല. അതാണ് ശ്രദ്ധിക്കൂല. ഇത് നമ്മളതെ നമ്മളെ കണ്ണിന് പെട്ടെന്ന് കാഴ്ച സ്ട്രൈക്ക് ചെയ്യാൻ. അതുകൊണ്ടാണിത്. കൈയ്യടി എല്ലാവരും. അത് ഈ പല സാധനങ്ങളിലും അങ്ങനെ ഒരു പ്രിന്റിങ്. പിന്നെ ആരെ കയ്യിലും GTP ഇല്ലല്ലോ? എടുത്തേക്ക് ഒരു ചോദ്യം. തത്സമയം പിന്നെ സമ്മാനണ്ടേ ഉത്തരം പറഞ്ഞല്ലോ. കേട്ടോളി. ഇൻസ്റ്റന്റ് സ്പോട്ട് സമ്മാനാണ്. നബീൽ ശ്രദ്ധിച്ചോ? ബില്ല് കൊടുത്താലും ഒരു മരത്തിന്റെ പേര് രണ്ടെണ്ണം പറയാൻ പറ്റില്ല കേട്ടോ. ഒറ്റ ചാൻസ് വരുള്ളൂ. കൈ ഉയർത്തണം പറയുന്ന ആൾക്കാർ. ഒരു മരത്തിന്റെ പേര്, അതുകൊണ്ടാണ് ഫലത്തിന്റെ പേര്, അതിന്റെ ടേസ്റ്റും പറഞ്ഞ എല്ലാം ഒന്നാണ്. അവിടെ ഇനി പറയുന്നിട്ട് ഇനി ചാൻസ് പോയി. കൈ ഉയർത്താം. ക്വസ്റ്റ്യൻ ആണെങ്കിൽ വീണ്ടും ആവർത്തിക്കാം. മരത്തിന്റെ പേര്, മരത്തിന്റെ പേരും
ചെറുക്കല്ലേ മരത്തിന്റെ പേര്, അതിമുണ്ടാകുന്ന കായ്ഫലം, അതിന്റെ ടേസ്റ്റും ഒരേ പേരിലാണ് അറിയപ്പെടുന്നത്. 10 വാനില 10 9 8 Bitter gourd. 7 അതിന്റെ മലയാളം പറയും. കൈപ്പങ്ങ, നോ 7 6 5 മാങ്ങങ്ങ, 4 ഇക്കോ ഞാനാ പറഞ്ഞത്. അല്ല ബിറ്ററ പറഞ്ഞത്. അല്ല, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് സ്വയം ഇതെല്ലാം സെയിം ആവണമെന്നുണ്ടെങ്കിൽ ഒന്ന് പുളി അല്ലെങ്കിൽ bitter gourd എന്ന് പറഞ്ഞപ്പോൾ പുളി ആരാ കേട്ടില്ല? ഇല്ല ആരും കേട്ടില്ല. താമ്രിന്റെ എന്ന് പറഞ്ഞ് ഞാൻ തന്നിരുന്നു. അല്ല, അതായത് ഞാൻ പറയാൻ വിചാരിച്ചേ. പുളി അയിമണ്ടാണ്, പുളിമരം എന്നാ പറയാ, അയിമണ്ടാണ് പുളിയാണ്, അതിന്റെ സമർപ്പം എന്താണ് ഇതേ. ഇത് ഞാനാ അത് ആര് തന്ന ഇത് മോളെ, ഇതാര്? വണ്ടൂർ വണ്ടൂർ വ്ളോഗ്സോ വണ്ടൂർ ടോക്സ് എന്ന് പറഞ്ഞ ചാനലുകാർ നമുക്ക് തന്ന സാധനമാണ്. എല്ലാവർക്കും കൊടുക്കും. അപ്പോ വിജയ് നബീലിക്കോ നമ്മളെ വിജയ്. ഇതൊക്കെ പഴയ സാധനങ്ങളാണല്ലോ. നല്ല സാധനം. സമ്മാനം ഇതെന്താ? അതാ ക്രീം മുഖത്ത് വെറുതെ ഈ വിദ്യാഭ്യാസമില്ലാത്തവരൊക്കെ ആണല്ലോ ഉത്തരം പറഞ്ഞത്. ആരിത്? വിജയത്തിന്റെ പൊട്ടിക്കലാണ്. ഓക്കെ വിജയ് സൈക്കോ. ഞാൻ ആരും പറഞ്ഞാലും കുഴപ്പമില്ല എനിക്ക്. നബീലത് പറഞ്ഞോണ്ട് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എടാ അനു അതൊക്കെ എടുത്താക്ക nostalgia. ഇത് മറ്റേ സാധനല്ലേ, നമ്മള് മോയ്സ്ചറൈസർ പോലത്തേക്കണേ. നമ്മൾ ചായ കുടിച്ചപ്പോ ഒരു കാര്യം പറഞ്ഞല്ലേ, കഴിഞ്ഞ സാധനം. അതെ, എന്റെ മാനം കെടുത്തതല്ലേ? അതെ. കഴിച്ചില്ലാക്കി ആരൻ എന്താ കുത്തന. പക്ഷെ നിങ്ങളാ വ്ളോഗ് ഇരുന്ന് കാണണം. നിങ്ങൾ ഈ വ്ളോഗ് ഇരുന്ന് കാണണം. അതിൽ ഫസ്റ്റ് ഉത്തരം പറഞ്ഞത് ഞാനത് പറഞ്ഞത് ഓനത് ഇതിൽ അഭിനയിച്ചാലും അല്ല ഇതില് അതല്ല വ്ളോഗ് കാണുന്നോല് പറയും ഇതിൽ ആരാണ് ശരിക്കും ഉത്തരം പറഞ്ഞത്. അതാ പക്ഷെ എന്റെ ചാൻസ് ആദ്യം കഴിഞ്ഞു. പറഞ്ഞു വരണ്ട ഈത്തപ്പഴം പറഞ്ഞു. ഹലോ ശ്രദ്ധിക്കുക. എന്നാലും എല്ലാരും കമന്റ് ചെയ്യാം, ആദ്യം പറഞ്ഞത് അസറോ ആണോ സൈക്കോ ആണോ? അനുവോ നോക്ക്, അനുവോ ചോര ഞാൻ നിൽക്കൂലട്ടോ, ഒക്കെ ഗുളിക കഴിക്കണോലാണേ. ഏത്? ഇത് ഡേവിഡോ പക്ഷെ ഞാൻ ഉത്തരം പറഞ്ഞു എനിക്ക്. ഇപ്പൊ തന്നെ തുറന്നു. ഹൈ സമ്മതിച്ചു സമ്മതിച്ചു കൊടുത്തോ അസറോ. ആയിക്കോട്ടെ. അല്ലെ ഇന്ന് നിർത്തൂലേ അത്. ഡേവിഡ് ഓഫ് അടിപൊളി. കോപ്പി ഫോട്ടോ. എടാ പിന്നെ അത് ചിപ്സ് കൊടുത്താണ്. ഇതാ ബദാം. ആ ചിപ്സ് ഉണ്ട്. റബ്ബേ എന്തൊരലമ്പത്. അത് ബദാം പിസ്ത. ഓരോന്നും ആൽമണ്ട് ഗുളികം കയറി ഇവന്റെ വലിയ ആൻറ്റിപരി. ടോപ്ലറാണ്. നിങ്ങൾ കണ്ടോ? ഇതാ ആ മിഠായി എല്ലാരും കൊടുക്കടാ. കോടാലി തൈലം ഇതിൽ കോടാലി തൈലാണ് നമ്മളെ പണ്ട് മുതലുള്ള കോടാലി തൈലം കേട്ടോ. ഇത് പല്ലുവേദനക്ക് വെക്കൂലേ? ഇനി വേറൊന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താണ്. എൻ്റെ ചെറുപ്പത്തിലെ ഉള്ളൊരു സാധനമാണ്. ഇതൊക്കെ കിട്ടണമെങ്കിലേ നമ്മളവിടെ സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ ഗൾഫ് ബസാറിൽ ഇഷ്ടം പോലെ ഉണ്ട്. ഗൾഫുകാർ തന്നെ വരണം, അവരെ വെട്ടിന്നെ പൊട്ടിക്കണം ഈ സാധനം കിട്ടണം. ഇത് നേരത്തെ കാണിച്ച ടൈഗർ ബാമില്ലേ, അതുപോലെ തന്നെ സാധനങ്ങളൊക്കെ വന്നിട്ട് വേണം. ആ ക്രീം ആ ഓയിലല്ലേ? ഇത് എന്ത് ഓയിലാണുള്ളത് നബീലിനോട് ചോദിക്കും. ഇത് എന്ത് ഓയിലാണ്? ആക്സ് ഓയിലല്ല, അതിന്റെ ഉള്ളിലുള്ളൊരു ഓയിലുണ്ട്. ഇതിന്റെ വാറണ്ടി കാർഡ് എന്തെങ്കിലും പറ്റിയ തിരിച്ചു അതിനാ വാറണ്ടി കാർഡല്ല, യൂസർ മാനുവലാണ്. കേട്ടാ ആക്സ് ബ്രാൻഡ് യൂണിവേഴ്സൽ ഓയിലാണ്. ഇതാ ഒരു കാര്യം കൂടി പറയട്ടോ, ഇതേ നോക്കൂ, ഏറെക്കുറെ എല്ലാ പെയിനും പിന്നെ ഉള്ളൊരു സാധനമാണ് കേട്ടോ. ഒരു പെയിന് എല്ലാ പെയിനും പറ്റാണ്. ഇതൊരു തലവേദനക്ക് മാത്രമല്ല, പല്ല് വേദന അങ്ങനത്തെ അങ്ങൊക്കെ തന്ന സാധനമാണ് ഇതൊക്കെ. പഞ്ഞിമ വെച്ചിട്ട് ശരിക്കതല്ല പച്ചയാണ്. പല്ല് വേദനക്ക് ആ പച്ച. ചെവി വേദനക്ക് കണ്ണു വേദനക്കൊന്നും ഉപയോഗിക്കരുത്. കണ്ണു വേദനക്ക് ഉപയോഗിച്ചാൽ വിവരം ഏത്തപ്പഴം
ഈ അസറുവിന്റെ വലത്തെ ഭാഗം തുറക്ക്. ആ മറിയം ഇമ്മച്ചിന്റെ ഫേവറേറ്റ്, ഓൾ ടൈം ഫേവറേറ്റ്. ഇങ്ങനെ തന്നെ ഉണ്ടാവും. ആ വെള്ളം ഉണ്ടാവും. ഇതാ തുറന്നു. ചോദ്യം ഒന്നും മനസ്സിലാക്കി. ഇവിടെ അസറൊന്നാ തുറക്ക്. മറിയത്തിന്റെ കവർ മാറിയില്ലേ? വെള്ള കവറിലല്ലേ ഉണ്ടായാലും വെള്ളയിലുണ്ടായാലേ എൻചാണ്ടർ. ഉമ്മച്ചിക്ക് ഇഷ്ടപ്പെട്ട പൗഡർ ഏതാ ചോദിക്കുമ്പോ ഈ പേരാ പറയില്ല കേട്ടോ, അല്ലേ? ശരിയല്ലേ? ക്രീമും ഇതിന്റെ പൗഡർ ഒരുപാട് കാലം ഞാൻ use ചെയ്തു. പക്ഷെ വേറെ കേട്ടോ, ഇതിന്റെ മാർക്കറ്റിൽ ഇതിന്റെ ഡി ഉണ്ട്. അത് നല്ലതാണ്. ഇത് നല്ലതായിരിക്കും. ഓരോന്നോരോന്നാണോ? പാൽപ്പൊടി, വീണ്ടും പാൽപ്പൊടി, അൽമുഡിഷ് ചായപ്പൊടി അല്ല പാൽപ്പൊടി. ഇതെന്താ? അൽമുഡിഷ് പേപ്പർ റോളടാ. സിബ്ലോക്ക് കവർ. ആ മീൻ ഇറച്ചിക്കട്ടക്കാൻ സെറ്റായി. വീണ്ടും അൽമുദിഷ് അൽമുദിഷ് വേണം ഗൾഫിലെ വൺ ഓഫ് ദ ഫേമസ് പാൽപ്പൊടി. തന്നല്ലേ? റെഡ് ലേബൽ. സായപ്പോതി ഉയരം കൂടുന്തോറും ചായപ്പൊടി. ചായയുടെ സ്വാദ് കൂടും. അതാണ് ശരിക്കും ഗൾഫിൽ ജനിക്കേണ്ടതാണ്. വലിയ പാൽപ്പൊടിയിലെ നീ ഇവിടെ ജനിക്കേണ്ടവനേ അല്ല, ജനിക്കേണ്ടതിനെ നീ ഇവിടെ പറഞ്ഞില്ലേ? എന്താ പാത്രം കഴിക്കാൻ. ഹാപ്പി അല്ലേ? പിന്നെ എല്ലാ കളറും പറഞ്ഞു. നീല, മഞ്ഞ, പച്ച, റോസ്. ബാത്റൂമിൽ വെച്ചോ. എടാ ഓരോ അതിനല്ലേ ബാത്റൂമിലൊക്കെ വെക്കല്. കുളിക്ക് കുളിക്കാൻ സോപ്പ്, പിയേഴ്സിന്റെ സോപ്പ് എടുക്കാൻ, പിയേഴ്സിന്റെ സോപ്പ്. വീണ്ടും പാത്രം കഴിക്കാൻ. കമ്പിച്ചടി. ചമ്പിക്കണ്ടി. പാത്രമൊക്കെ കെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാലേ? ഇല്ല, വൈറ്റ് വാഷ്. ആ വൈപ്പ് ഗ്ലാമ്പ് എത്തിയിട്ടുണ്ട്. ഗ്ലാം പുതിയ പേരാണ്ടോ? റിനാൻ ഇന്നലെ നമ്മൾ ഇട്ട പുതിയ പേരാണ് ഗ്ലാംബർ. എന്തുകൊണ്ടാണ് ഇടുന്നത്? എല്ലാരും ഗസ്. ഗ്ലാംബർ. റിനാനാണ് ആ ഒരു വാക്കേ കണ്ടുപിടിച്ചത്. അപ്പൊ ആ പേര് ഓനെന്നെ വന്നു ലാസ്റ്റ്. കഴിഞ്ഞ നോമ്പിന് റിനാന്റെ പേര് ടാപ്പു നെയ്നു. അതെന്താണെന്ന് ആൾക്കാർക്ക് അറിയോന്ന് അറിയില്ല. ആൾക്കാർ ഗസ് ചെയ്യാ എന്തിനേക്കാണ് റിനാൻ അങ്ങനെ. അപ്പൊ പുതിയ നോമ്പ് വരാനായപ്പോ റിനാന്റെ പുതിയ പേര് കണ്ടത് പൂക്കി. ഇപ്രാവശ്യം ഇവര് അടുക്കളയുമായി ബന്ധപ്പെട്ട് വല്ലാതെ സജീവമായിരിക്കും. എന്താണ് നോമ്പ് വരാൻ പോകുന്നത്? എന്നാ ഞാൻ അടുത്ത വെട്ടി വെട്ടിക്കാം. ഇതാണ് മാറ്റിയേക്ക്. ഇത് മാറ്റിയേക്കട്ടെ നമുക്ക്. അനുവിനുള്ള ട്രോളി. യാ സത്താർ യാ മത്താർ. മണിക്കോ ചാടാൻ പോവാണേ. കാലിനുണ്ട്. പണ്ട് ഈച്ചു പറഞ്ഞു സാധനം ഇപ്പച്ചി എന്തിനാ പോണേ? ഇപ്പച്ചിന്റെ കുടുംബത്തില് ഗൾഫുകാർ തന്നെയല്ലേ ഇനി 6 മാസം. അങ്ങനെ കുട്ടികളെ ഈ സാധനത്തിന്റെ ഇത് പാറുന്നുണ്ട്. ഇത് പൊട്ടിക്കാൻ ആരും സമ്മതിക്കൂല. അങ്ങനെ ഒറ്റ വരൽവല് ഈ നീല ഇതാക്കിയാൽ നല്ല ഞാൻ മറ്റൊന്നായിട്ട് എന്ത് ഞാൻ ഇത് നോക്കണം. നല്ല അടുത്ത അത് ഞങ്ങട്ടോ എങ്ങനെ ഇതാണ് ശ്രദ്ധിക്കേണ്ട. പൊടി വാർത്തില്ലേ? നല്ല പൊടിക്കല്ലേ സ്പ്രേ. സൽമാനെ ഇവിടെ ഇരുന്നോ? അല്ല ഇവിടെ എടാ നിക്കി ഓരോന്നോരോന്ന് എടുക്കി. എല്ലാം പാടെ എടുക്കല്. ഇതാരെ പറ്റിയ പൊളിച്ചണേ? എടുത്ത് പോകണല്ലോ. ഇതാരെ പറ്റിയ പൊളിച്ചണേ? ഇത് പെട്ടി ചുന്നാണെങ്കിലും സെലക്ഷൻ അനുവിന്റെ ആണ്. അപ്പൊ അത്ര സെലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ
പൊട്ടിക്കണോ? ഇതാ ചോപ്പർ, വെജിറ്റബിൾ ചോപ്പർ. അതായത് നോൽമിന് രണ്ടാക്കും ഒരുമിച്ചിരുന്ന് ചോപ്പ് അതെ, ചോപ്പ് എല്ലാരും ഉണ്ട്. പ്രോട്ടീൻ പൗഡർ കൊടുത്ത് സൈക്കോ നാളെ തൊട്ട് ജിമ്മ് പോയ നബീലിന്റെ ഒരു കഥ ഉണ്ട് കേട്ടാ. നബീൽ ഒരു ദിവസം സാധാ പോലെ ജീവിക്കണ നബീല് അതെ, ഒരു അത് പറയേണ്ടത് തന്നെയാണ്. ഒരു ദിവസം നമ്മളെ കൂടെ ജിമ്മിന് വന്നു. അതിൽ അന്ന് ഇങ്ങനെ എല്ലാം നോക്കിക്കാണാണ്. ജിമ്മ്, മെഷീന്, ബോഡി, പ്രോട്ടീൻ, നട്ട്സ്, ക്രിയാറ്റിൻ, നട്ട്സ്, യോഗട്ട്, ആ ലോകത്തേക്ക് ഒറ്റ ദിവസം കൊണ്ട് വന്നു. അതിലപ്പം തന്നെ ഒരു നല്ലൊരു പേഴ്സണൽ ട്രെയിനറിനെ മെസ്സേജിട്ട് നാളെ മുതൽ എനിക്ക് വർക്കൗട്ട് പ്ലാൻ വേണം. ഇന്ന് പെട്ടെന്ന് തുടങ്ങി. ആലോചന ഒന്നുമില്ല. ജിമ്മിൽ മെമ്പർഷിപ്പ് എടുക്കണേ. ജിമ്മിൽ ഒരു കൊല്ലത്തേക്ക് മെമ്പർഷിപ്പ് ഒക്കെ എടുത്ത് ഫുൾ പരിപാടികൾ, പേഴ്സണൽ ട്രെയിനിങ്, വീഡിയോ കോളിലൂടെ ട്രെയിനിങ്. ഒരു ദിവസം ട്രെയിൻ ചെയ്ത് വീഡിയോ കോൾ കൂടെ 1 2 എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി. ഞാൻ ചിന്തിച്ചോക്ക അതിനോനൊന്ന് ആലോചിച്ചോക്ക്. അല്ല എന്നിട്ട് വൻ കോമഡി തരോ. ഒരു ദിവസം ഞങ്ങളെല്ലാരും ബ്രോസ്റ്റ് തിന്നാൻ കയറി. അതിലവിടെ വന്നിട്ടേ യോഗട്ട് ഉണ്ടോ സ്വീറ്റ് അൺസ്വീറ്റൻഡ് പറഞ്ഞു. അന്നാരണ്ടേ ഷാനു അല്ലേ? റോസ്റ്റ് കടയിൽ യോഗട്ട് ഒന്നും പറഞ്ഞിട്ടില്ലേ? അന്ന് എന്ത് കഴിക്കാനേ കയറി നമ്മള്? യോഗട്ട് മേടിച്ചു. എന്താ പറഞ്ഞത്? അത് നമ്മള് സൂപ്പർ മാർക്കറ്റില് സ്വീറ്റ് വേണ്ട പറഞ്ഞോ? അങ്ങനെ ഷാനോ ഇജ് നബീല് യോഗട്ട് വാങ്ങാൻ പോകുന്നില്ലേ? ഇനിയോ അതന്നെ, അത് ബ്രോസ്റ്റ് കടല്ലേ? എന്നാ ചോക്കോ നട്ട്സ് നമ്മള് ഇവിടെ കയറി കോഴിക്കോട് ഓർമ്മല്ല ഹൈപ്പർ മാർക്കറ്റ് കയറി അന്നില്ല. ഷാനു മറന്നു. അന്ന് ഷാനു ഇല്ല, വേറെ ആരല്ല അന്ന്. ഇജില്ലേ? കല്യാൺ സിൽസ് കയറി. എത്ര പാക്കറ്റ് യോഗട്ട് അപ്പം വാങ്ങിയ സൽമാനെ? ചെറിയ ടിന്ന് മറ്റേ കുടിച്ചിനത് അതന്നെ വെച്ചിട്ടുള്ളൂ. കൊറേ വാങ്ങിപ്പോയോ? ഇല്ലേ. എന്നിട്ട് നട്ട്സ്, യോഗട്ട്, ഓട്സ് വാങ്ങിയ അന്ന്. നട്ട്സ്, അൺസ്വീറ്റൻഡ് നട്ട്സ്, അതായത് സ്വീറ്റ് അല്ലാത്ത നട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പിറ്റത്തെ ആഴ്ച ഉണ്ട്. അല്ലെങ്കിൽ സ്വീറ്റ് ഇല്ല, വെറുതെ പറയാ. അപ്പൊ കോച്ച് അങ്ങനെ പറയണ അൺസ്വീറ്റൻഡ് ആയിട്ട് എല്ലാം കഴിക്കാം. അപ്പൊ കരിമ്പ് ജ്യൂസ് ഷുഗർ ഇല്ലാതെ കിട്ടണം പറഞ്ഞ ടീമാണ്. കരിമ്പ് ജ്യൂസ് കുടിച്ചാൻ പോയി, അവിടെ പറഞ്ഞു ഷുഗർ ഇല്ലാതെ കരിമ്പ് ജ്യൂസ് കഴിച്ചാൽ. എന്നിട്ട് പിറ്റത്തെ ആഴ്ച ഉണ്ട് എനിക്ക് വേണ്ട, ഞാൻ അൺസ്വീറ്റൻഡാ. സത്യങ്ങള് പുറത്തു വരല്ല, അപ്പൊ പതറും ചെലപ്പോ. പിറ്റത്തെ ആഴ്ച ഉണ്ടേ മന്തിക്ക് മയണൈസ് വട്ടത്തില് പറന്ന് അടിച്ചിന്. അതൊക്കെ എന്തിനാ 2 ദിവസത്തിന് ജിമ്മിന് എത്ര രൂപ മുടക്കി? സ്റ്റോക്കിൽ എന്തോ പൈസ ഇട്ടിട്ട് ഗ്രാഫ് ഇങ്ങനെ പൊന്തി, അപ്പൊ പൈസ കുറച്ച് കിട്ടി. ആ പൈസ കൊണ്ട് കുറച്ച് നട്ട്സ് വാങ്ങി. അപ്പൊ എന്റെ തെറ്റാണോ? അല്ല, പാവട്ടിടുക. ഹാപ്പി ക്രിസ്മസ്. എല്ലാരും ഉണ്ട്. വീട്ടില് എല്ലാരും ഹായ്. എവിടെ ഞാൻ സംസാരിക്കാം. അപ്പൊ ബോസ് വിളിച്ചാ നമുക്ക് പൊട്ടിക്കലിലേക്ക് മടങ്ങാം. സോളിഡ് ഇതെന്തോ സ്പ്രേ ആഫ്റ്റർ ഷേവ് അല്ലേ, സ്പ്രേ ആണ് കണ്ടിട്ട്. ഗ്യാരക്ക പോയാലേ നബീലൊക്കെ ഇസ്കും. പിസ്ത ഇത് മുട്ടായി. വീണ്ടും കാരക്ക. ഗാലക്സി ഇത് അടിപൊളി മുട്ടായി. അടിപൊളിയാ, അടിപൊളി. ഇത് പൊട്ടിച്ച ഇതെല്ലാരും ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയട്ടോ. എങ്ങനെ വെച്ചാൽ ഇതിന്റെ ഉള്ളില് പറയട്ടടാ, നിങ്ങൾ തിന്നൂടി അപ്പൊ മനസ്സിലാവും.
കിട്ടിയോ ഇതിന് നിഹാൽ കിട്ടിയോ അത് അടിപൊളി സാധനം കേട്ടോ ഇതാ ഇറുക്കി അലക്കിടുമ്പോ ക്ലോത്ത് ക്ലിപ്പ് സെറ്റ് എന്നൊക്കെയാണ് ഇതിന്റെ പേര് നമ്മൾ ഇറുക്കി എന്ന് പറയും അല്ല അലക്കിടുമ്പോ അലക്കിടുമ്പോ ഇറുക്കാൻ മാറിപ്പോവാ ബൗണ്ടി ഇപ്പച്ചിക്ക് കണ്ടു വാങ്ങിയോട്ടോ ബൗണ്ടി ആനന്ദദായകമാക്കാൻ ബൗണ്ടി ഇതെന്താ എന്താ പറയാ അണ്ടിപ്പരിപ്പ് പൈസ ഓണം വെക്കേഷൻ അപകടകരമാവും എന്താ മാൾട്ടീസസ് എന്താ വലിയ സാധനം മുട്ടാൻ എനിക്കിത് മതി എടുത്തോ ഇതാണ് ട്ടോ എന്റെ ഗിഫ്റ്റ് ഇതെന്താന്നുള്ളത് ഇത് മറ്റേത് അത് തുറക്ക് എനിക്കറിയാം എടാ ആ പൊക്കാരി ഇടയിൽ ഒരു ഗ്ലാസ് തരണേ അതെന്താണെന്ന് അറിയാന് അത് അങ്ങനെ കുടിക്കാൻ പാടില്ല ലബണപ്പോ ലബണപ്പ മനസ്സില്ല ലബണപ്പ കേടരും അത്രയൊക്കെ വെച്ചാൽ ഇത് ഷൂസ് തോന്നണോ ഷൂസോ അത്ര ഷൂസ് ഒന്നല്ലേ എന്റെ ഗിഫ്റ്റ് ഡിറ്റർജന്റ് ഡിറ്റർജന്റ് ഡിറ്റർബിന്നോ അത് ഇങ്ങോട്ടുള്ളത് ഡിറ്റർബിൻ അത് എനിക്കുള്ളത് ഇതും ഡിറ്റർജന്റ് ബലത്ത് കൊറേ തിരുമ്പാണ്ടേ അതെ അപ്പോൾ ഇതിലാണ് പൊക്കാരി ഇതില് പൊക്കാരി എന്തൊക്കെ ഇവിടെ നടക്കണമെന്ന് മനസ്സിലാവണില്ല നട്സ് ഇതിലാണ് പൊക്കാരി ഇനി അത് വെട്ടില്ല പൊട്ടിക്കാം റസ്മി ഇതാ ഓയിലാണ് ഇത് ഫെയറി വാഷിംഗ് മെഷീനിൽ വെക്കുന്ന സാധനം അടാ അതിന്റെ കത്തി താത്തി ഇതെന്താ ഇതാ റൂം സ്പ്രേ ഇത് അതിന്റെ വേറെ സാധനം കേട്ടത് ഇതും ടേസ്റ്റ് ചോദിക്കും അടിപൊളിയാ അഫിയ കത്തി എന്തേലും ഇതൊന്നും പൊട്ടിച്ച മീമാണ്ട ചേച്ചി കുടിച്ചു അനുയോ ഇപ്പം എല്ലാവർക്കും കൊടുക്കാൻ മുട്ടായി ചെറുതൊക്കെ അല്ല ഇപ്പൊ സമാധാനായി മറ്റേ ഒരു ഇനി നാളെ ഞാൻ ഓരി വെച്ചോളാം കേട്ടോ സൽമാൻ കിട്ടുണ്ടോ അതൊക്കെ അങ്ങോട്ട് എത്തുണ്ടോ ഇല്ലല്ലേ അങ്ങോട്ട് എത്തിയില്ലല്ലേ ഞാൻ സൽമാൻ പറഞ്ഞു വാങ്ങുമ്പോ കീശയിലിട്ടോ സൽമാനോ കീശയിലിട്ടോ എവിടെ ഞാൻ കീശ ഞാൻ എടുക്കുന്നു അപ്പം തിന്നുമ്പോഴേ തിന്നുള്ളൂ പിന്നെ എല്ലാവരും നാനാ വൈക്ക് പോകും അല്ല ആ കടയിൽ നിന്ന് വാങ്ങി വേറെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നല്ലോ ആ നട്സിന്റെ കടയിൽ നിന്ന് വാങ്ങിയ ഇത് ഫുള്ള് നട്സ് കേട്ടോ ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങിയ നട്സുകളാണ് ഈ അണ്ടിപ്പരിപ്പ് അടിപൊളിയാട്ടോ തന്നെയല്ലേ അപ്പൊ ചീറ്റോസ് അണ്ടിപ്പരിപ്പ് കാര്യമായിട്ട് അത് ഒരു പെട്ടി കിട്ടളെ ഇത് ഈ ചെറുത് പൊട്ടിച്ചളെ ഇന്നതിപ്പോ പൊട്ടിച്ചോളാം അപ്പി എല്ലാവർക്കും ഓരി വെക്കാലോ അപ്പിയേ ഇത് ഫുള്ള് നട്സ് കേട്ടോ ഇത് എടുക്കണ്ടല്ലോ ഈ കവറിൽ എന്നാ അപ്പിയേ ഇത് പൊട്ടിച്ചോളാം അപ്പൊ എല്ലാവർക്കും ഓരി വെക്കുക അപ്പൊ ഇതൊന്ന് കത്തി വെക്കണല്ലോ ആ വേണ്ട കുഴപ്പമില്ല കിട്ടും ദഫിന്റെ സോർപങ്ക് ഇതിലും ഫുള്ള് മുട്ടായികളാണുള്ളത് ഇതും ഒരു പാക്കറ്റ് ഫുൾ മുട്ടായി അങ്ങനെ ഗൈസ് നമ്മളെ പെട്ടി പൊട്ടിക്കൽ ചടങ്ങ് ഇവിടെ അന്തിമ കർമ്മങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതെന്തമ്മ ഒളിവ് ഓയിലാന്ന് തോന്നുന്നു ഇതൊന്ന് പൊളിച്ചാപ്പിയേ ആരുടെ ആർട്ട് കട്ടർ ഡെറ്റോൾ ഒലിവ് ഓയിലല്ലേ ഡെറ്റോൾ ഒലിവ് ഓയിൽ ഓ വിഗണതായിരുന്നു സൽമാൻ എടുക്കൊന്ന് ഇതൊന്നും കൊടുത്തില്ല ജി സൽമാൻ എന്ന് പറഞ്ഞ വാങ്ങണ്ടത് ആർട്ട് കട്ടറോ
എടാ ആർട്ട് കട്ടർ ഇവിടെ അസറുവിന്റെ അടുത്ത് ഇല്ലേ അഫിന്റെ അടുത്ത് ഇല്ലേ ആർട്ട് കട്ടർ ഇവിടെ പിന്നെ ഇതില് ഒരു സമ്മാനം ഒരു ബൗണ്ടി തത്സമയ സമ്മാനം തരാണ്. ചോദ്യം ഇതാണ്, ഫസ്റ്റ് ലാംഗ്വേജ് അറബി എടുക്കാത്ത ആളുകൾ പറയണം. ഫസ്റ്റ് ലാംഗ്വേജ് അറബി എടുക്കാത്തവരാരല്ലേ? നിങ്ങളാണ് അറബിയല്ലേ ആദ്യം നിങ്ങൾ മൂന്നാളാണ് പറയുന്നത്. അറബിയാണ് അറബി പറയത് നിങ്ങളെ നിങ്ങളല്ലേ ഓനെ അറബി പഠിപ്പിച്ചേ? ആണാണ്. എന്നിട്ട് ഓർമ്മയില്ല അലമ്പൊക്കെ കളിച്ചിട്ട് ഞാൻ എന്താ പറയാ ഏതായാലും ഉത്തരം കിട്ടൂല. അവൻ മലയാളം ഇത് നിന്നോട്ടെ. ഗ്രാഫ് ഇങ്ങനെ പോയി പെട്ടിന്റെ ഉള്ളിൽ പൊളിച്ചണ്ടേ പുതിയൊരു സാധനം നമ്മളെ കപ്പല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള പുതിയ സാധനമാണ്. ഒന്ന് ആ അറബി ഫസ്റ്റ് ലാംഗ്വേജ് ബാക്കിലെടുത്തിട്ട് ഒന്ന് മണക്കി. ആ ഓക്കെ. ഇനി ഇതുമ്പോൾ എഴുതിക്കണം എന്താ അറിയോ? പിന്നെ അല്ല, സൊനാഫി അൽമാനിയ. ഒറ്റ പ്രാവശ്യം ഉത്തരം പറയാൻ പാടുള്ളൂ. സൊന അതിന്റെ ഫുൾ എന്താണ്? അൽമാനിയിൽ നിന്നും സോണ. ആ യെസ് ആണ്. അൽമാനിയയിൽ നിന്നും സോണ. സൊന എന്താണ്? സോണ പറഞ്ഞാൽ എന്താ? മെയ്ഡ് ബൈ സൊമാലിയ. കൊഞ്ഞാന്റെ കഴിഞ്ഞു. അടുത്ത അറബി പഠിക്കാത്ത ആൾക്കാർ പറഞ്ഞോളൂ. സൊനാഫി അൽമാനിയ. മെയ്ഡ് എന്ന് അറിയാം നമ്മൾ. മെയ്ഡ് ഇൻ ഫ്രം ആ അൽമാനിയ എന്ന് പറഞ്ഞാൽ ഇതാണ് പറയേണ്ടത്. പറയാൻ റെഡി ആയിട്ടുണ്ട്. അതല്ല ഞാൻ പറഞ്ഞേ. അല്ല ഇതേ നോക്കൂ മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയില്ലേ? മെയ്ഡ് ഇൻ ഇന്ത്യ. അതേപോലെ സൊന മിൻ ഹിന്ദ് എന്ന് പറഞ്ഞാൽ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നാണ്. ഇത് ഈ സൊന മിൻ അൽമാനിയ എന്നാണ്. ഈ അൽമാനിയ പറഞ്ഞു. ഇവൻ അൽബാനിയ എന്ന് പറഞ്ഞു. ജർമ്മനി വേറെ ആൾക്കാർ പറയും അൽമാനിയ. അർജന്റീനയാണോ? അർജന്റീന അല്ല. എന്താ വേൾഡ് കപ്പോ? ചൈനയല്ല. ചൈനക്ക് പറയാം. തുർക്കിക്കല്ലേ? എടാ മ്യൂട്ടായ മൈക്ക് സൽമാനെ. ഹലോ ഇപ്പൊ റെഡ് എത്തി ഇവിടെ. റെക്കോർഡിംഗ് ആയിട്ടാ. റീഡ് ചെയ്യണില്ലേ യമനല്ല. റീഡ് ചെയ്യുന്നുണ്ടോ? ആ പച്ച എത്തുണ്ടോ? യെസ്. പറയരുതെന്ന് ഞാൻ ആദ്യം പറഞ്ഞു. ഞാൻ അറബിന്ന് പഠിച്ചല്ല. കാരണം എന്താ വെച്ചാല് കാരണം എന്താ വെച്ചാൽ പ്ലസ് 2 വരെ തേർഡ് പേപ്പർ ഏതാ? അറബിയാണ്. എന്നിട്ട് പിന്നെ ഉത്തരം പറഞ്ഞ അങ്ങനെ ശരിയാവാനാ? അതിന് ഞാൻ ഇന്ന് പഠിച്ചല്ല, അങ്ങനെ പഠിച്ചല്ല. പിന്നെ ഞാന് അതായത് ഫുട്ബോൾ ലാംഗ്വേജില് കാനറികൾ പറഞ്ഞാ ബ്രസീലല്ലേ? കാനറിപ്പട പറഞ്ഞ ബ്രസീലല്ലേ? അപ്പം വേൾഡ് കപ്പ് സെമി ഫൈനലിന്റെ എതിരെ പത്രത്തിൽ വന്നതിന് കാനറി പരീക്ഷണത്തിന് ഒരുങ്ങി അലമാനിയകൾ. അപ്പൊ അലമാനിയ എന്ന് പറഞ്ഞാൽ ജർമ്മനിയും ബ്രസീലും ഉള്ള സെമി ഫൈനലിലാണ്. ഇതിനൊക്കെ കൊടുക്കണോ? അത്ര 2014 എന്റെ നോളജ് ആണ്. ഞാൻ അറിഞ്ഞില്ല. അല്ല, അലമാനിയ പറഞ്ഞ ജർമ്മനി എനിക്ക് എന്നോ അറിയാം. അല്ല, ഞാൻ എന്നിട്ട് എന്റെ അറിവിനെ സംശയിച്ചു പോയി. അതാണ് ഞാനത് കരുതി. ജർമ്മനിയല്ല 2 വട്ടം ചോദിച്ചു. അല്ല കാരണം അലമാനിയ എന്ന് പറഞ്ഞാൽ ജർമ്മനാണെന്ന് എനിക്ക് പണ്ട് മുതൽ അറിയാം. കറ്റാലൻ അല്ല, അപ്പൊ കറ്റാലൻ എന്ന് പറഞ്ഞാലോ? അതിന് വേണ്ടി ഇത് ഞാൻ തന്നെ കൊടുക്കുന്നതാ ഗൾഫിൽ നിന്ന്. കറ്റാലൻ എന്ന് പറഞ്ഞാലോ? കറ്റാലൻ കൊറേ ഉണ്ട്. വേൾഡ് കപ്പ് വരുമ്പോ പറയും കൊറേ.
ആകെല്ലാം അറിവേനി മറ്റേ കായിക പേജ് വായിച്ചിട്ട് അതും അതിനും മാർക്ക് കിട്ടിയില്ല. അല്ല അമ്മാനുട്ടി നന്നായി പറഞ്ഞു, വളരെ നന്നായി പറഞ്ഞു, നല്ല വിശദീകരണം, അടിപൊളി, നന്നായി പറഞ്ഞു. ഞാൻ ഇത് കിട്ടുണ്ടാവൂലേ ഇതില്? അന്ന് മലയാള മനോരമന്റെ 2014 പേജിൽ വന്നാണ്. അന്ന് ബേസിൽ യൂണിവേഴ്സ് കയറി അജ്വത്. അല്ല ഇങ്ങനെയൊക്കെയാണ് ഇത് ചേർത്ത് പഠിക്കലുണ്ടോ? അല്ല വെറും സ്കൂൾ വിദ്യാഭ്യാസം കൊടുത്താൽ കിട്ടില്ല, നല്ല വായന വേണം. ഇപ്പൊ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഇയാളെ, നമ്മുടെ ഇപ്പം മരിച്ചുപോയ ഇയാളില്ലേ നടന് ശ്രീനിവാസന്റെ ശ്രീനിവാസന്റെ അവസാനത്തെ ഇതിൽ മമ്മൂട്ടിന്റെ ഒക്കെ കഥ പറഞ്ഞില്ല, അയാൾ പറയുന്നുണ്ട് അയാൾ ആ രംഗത്തേക്ക് എത്തിപ്പെടാണ്ടത് എന്താ അറിയോ? ബാലൻ വായനയാണ്, റീഡിംഗ് ആണ്, വായനയാണ് അദ്ദേഹത്തെ തിരക്കഥാകൃത്ത് ആക്കിയത്, അഭിനേതാവാക്കിയത്. പിന്നെന്തൊക്കെയുള്ളത്? എന്തൊക്കെ പേരിലല്ലേ? ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും യെസ്, എല്ലാം ഒരാളാവാം. സംഭാഷകനൊക്കെ അയാളാക്കി തീർത്തത് വായനയായിരുന്നു. വേറിട്ടൊരാളാണ്, വെറും അഭിനേതാവ് മാത്രമല്ല, വെറും അഭിനയിച്ച് പണി നോക്കണ ആളാണ്. അതല്ല കൃത്യമായി ഒരുപാട് അറിവുള്ള ആളാണ്. അത് കഴിഞ്ഞതിലിപ്പൊന്നാണ് അല്ലേ? ഒന്നില്ല നമ്മള് ഇച്ചളുടെ രോഗങ്ങളൊക്കെ കഴിഞ്ഞ അതിൽ വന്നല്ലേ കുസൃതി ഒന്നാണ്. അതൊക്കെ പറഞ്ഞു അപ്പോൾ ഈച്ചുവിന്റെ പെട്ടിയിൽ നിന്നും അടുക്കളയിലേക്ക് ഉപകാരപ്രദമായ ഒരുപാട് സാധനങ്ങൾ ലഭിച്ചിരിക്കുന്നു. അടുക്കള മുതൽ അലക്ക് കല്ല് വരെ, കുളിമുറി മുതൽ നമ്മളുടെ ഈ ഇളയ ഒരു കാര്യം ചെയ്യാം, ഒരു ചാൻസ് മജ്ജി കൊടുക്കുക. അടുക്കള ചാൻസ് ആണ്, അടുക്കള വിഭാഗമാണ് ഇപ്പൊ അടുക്കള വിഭാഗമാണ് ഇപ്പോൾ കൂടുതൽ വന്നിരിക്കുന്നത്. അടുക്കളയിൽ നിന്നാണ് കൂടുതൽ ഇപ്പോൾ രോഗങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നബീൽ പറയുന്നല്ലോ, സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അടുക്കള എന്ന് വെച്ചാൽ സാധാ മറ്റേ ചോറിയോ അങ്ങനത്തെ ഒന്നുമല്ല. അപ്പോൾ ഉമ്മച്ചി ചോദിക്കുക ആ ചോദ്യം, നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ചില അസുഖങ്ങളുടെ പേരുകളുണ്ട്. മൂന്ന് പറയണ്ടോ? മൂന്നൊന്നും പറയണ്ട, പലതും ഉണ്ട്, അതിൽ നിങ്ങൾക്ക് അറിയാവുന്നത് പറയുക. അതൊരു രോഗമാണ്. ഒന്ന് പറഞ്ഞു, ഓൻ പറഞ്ഞു പറയില്ല, എന്നോട് ഒന്ന് പറയാനല്ലേ പറഞ്ഞത്. ഷുഗർ, വെരി ഗുഡ്. ഫാറ്റ് അടുക്കളയിൽ ഷുഗർ ഉണ്ട്, പഞ്ചസാര, അതന്നെ രോഗമുണ്ട്. അതാ പറയണത്. പ്രഷർ കുക്കറില്ലേ, കിഡ്നി ഹലോ കിഡ്നി വർക്ക് ചെയ്യട്ടെ, കിഡ്നി കൊളസ്ട്രോൾ അടുക്കളയിൽ ഏത് കുപ്പിയിലാണ്? കാസ്ട്രോൾ ഉണ്ട്, കൊളസ്ട്രോൾ ഇല്ല. കൊളസ്ട്രോൾ ചോദിച്ചോ? പ്രഷർ പറഞ്ഞില്ലേ? പറഞ്ഞു, പ്രഷർ പറഞ്ഞു. അസിഡിറ്റി എന്ന സാധനം എന്താണ് അടുക്കളയിൽ ഉപയോഗിക്കുന്നത്? സിട്രിക് ആസിഡ്. നോ സ്റ്റീൽ പാത്രം. അങ്ങനത്തെ രോഗമുണ്ടോ, അസുഖമുണ്ടോ? ജിബടെയല്ല ജെവിടെയല്ലേ? അതൊരു ടൈം വരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് തലച്ചോർത്ത ഇങ്ങനെ ഇളകിക്കോളും, തണുപ്പായതുകൊണ്ടേ. ഈ വ്ളോഗിന്റെ അവസാനം വരെ മുണ്ടാതിരിക്കുന്നതിന് ഒന്നും പറഞ്ഞിട്ടില്ല, എല്ലാം നോക്കിയ ലാസ്റ്റ് വന്നിട്ട് സ്റ്റീൽ കാര്യത്തിലാണ്. അതാ പറഞ്ഞേ, കോമഡിക്കും കൂടി എല്ലാം പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റീൽ പാത്രം. പറഞ്ഞോ, മൂന്ന് പറഞ്ഞപ്പോ ഇനി നാലാമത്തെ നമ്മളെ ഇവർക്ക് വിടാർക്ക് നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ വിടാ. കമന്റില് പറയാ, കമന്റ് ചെയ്യാം. നോക്കോ അസുഖങ്ങളൊക്കെ പേരുണ്ടോന്ന് ഇപ്പച്ചി എല്ലാ കമന്റും വായിക്കലുണ്ട്, പരിശോധിക്കുന്നതാണ്. നിങ്ങൾ അയച്ചാൽ അത് വായിക്കാൻ ഇവിടെ ഒരാളുണ്ട്. അപ്പൊ നമുക്ക് ഈ സാധനങ്ങൾ നൽകിയ അതൊക്കെ ആൾക്കാരെ വിചാരം എന്താ അറിയോ, ഞാൻ ദുബായിൽ നിന്ന് ഇങ്ങനെ അന്നെ കൂട്ടാതെ കുറച്ച് അന്നജ് ദുബായിൽ ഉണ്ടാകുമ്പോൾ എന്നെ വേറെ സ്ഥലത്തേക്ക് പറഞ്ഞയച്ചു. ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങി അനക്ക് തരാതെ ഞാൻ വീട്ടിൽ കൊടുന്ന് അഫീഫിനൊക്കെ കൊടുത്ത് ഞാനിപ്പോൾ ഇങ്ങനെ വലിയൊരാളാണെന്നാണ് എല്ലാവരും വിചാരം.
പക്ഷെ ഇതിന്റെ പിന്നിലുള്ള സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞു ആൾക്കാർക്ക് അറിയില്ല. ഈ സാധനമൊക്കെ വാങ്ങാൻ പോണത് ഞാനും അനു തന്നെയാണ്. അതെ അതെ ഒക്കെ നമ്മളൊപ്പം പോയിട്ടാണ് സാധനങ്ങൾ വാങ്ങണതും കൊണ്ടുവരുന്നതും. ഓലെ തമ്മിൽ ഇങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ അവിടെ പോയി എക്സ്പീരിയൻസ് ചെയ്യണതാണ്. അപ്പൊ ആ സാധനങ്ങൾ ഇവിടേക്ക് ഇവിടുന്ന് ഇവലെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊരു ത്രില്ല്. എല്ലാ അന്തംപുട്ട സാധനങ്ങളും എക്സ്പീരിയൻസ് ചെയ്തു. എന്താണെങ്കിലും എന്ത് കുതിര വിടുന്ന പരിപാടിയാണെങ്കിലും ഒരുവിധം എല്ലാ GCC കൺട്രീസും മാഷാഅല്ലാ അൽഹംദുലില്ലാ നമ്മൾ കവർ ചെയ്തു. പിന്നെ ഫുഡ് ആണെങ്കിലും എന്തിനാണ് നല്ല ഹോട്ടലുകളും എല്ലായിടത്തും എല്ലാവരും കൊണ്ടുപോകും. ഇനിയിപ്പോ പോയി നിൽക്കാനാണെങ്കിലും മറ്റേ വർക്കൗട്ട് ചെയ്യാനാണെങ്കിലും എല്ലാവിധ ഏരിയയിലും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി പോകുന്നു. അതെ. അപ്പോൾ നമ്മൾ ഈ പെട്ടിക്കൽ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്താ പറയുള്ളത് പറ്റി? സന്തോഷം. അല്ല പിന്നെ എന്താന്ന് പറഞ്ഞാലേ ഇപ്പോൾ ഈ സാധനങ്ങൾ കാണുമ്പോൾ ആൾക്കാർ വെച്ച് ഇവരൊക്കെ എങ്ങോട്ടപ്പോൾ ഇതൊക്കെ കൊണ്ടുപോകണമെന്ന് സ്വാഭാവികമായിട്ടും വരുമല്ലോ. കഴിഞ്ഞ ബ്ലോഗിലൊക്കെ ഉണ്ട് പിന്നെ ഈച്ചൂന് ആ കണ്ടില്ലേ, ഈച്ചൂനൊന്നും കൊടുത്തില്ല, ഈച്ചു ആകെ മൂഡ് ഔട്ടാണ്. പിന്നെ ഈച്ചു പിന്നെ ആരെ ചാമ്പ്യൻ കണ്ട് പറയട്ടെ അതല്ല നബീലിനെ ആ ഗണ്ണില്ലേ ഉപയോഗിച്ച് ഒരു അരിക്കാക്കിയ പറഞ്ഞ് ഈച്ചു വളരെ ക്രൂലാണ്. ആ അപ്പൊ പിന്നെ ഈച്ചൂരില്ലാത്ത കുറ്റല്ലേ. നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നം അനങ്ങാതെ എന്തായാലും അതിപ്പോ എന്താ പറ്റി അനങ്ങാതെ നിക്കണേ? എന്താ നിങ്ങളെല്ലാരും കൂടി ഓനെ ചെയ്തത്? അനങ്ങിയാൽ ഈച്ചു കുറച്ച് അനങ്ങി മനുഷ്യന്മാരെ കൂട്ടത്തിലേ കേട്ടോ, മനുഷ്യന്മാരെ കൂട്ടത്തിൽ വെറുപ്പിക്കൽസ്. എന്താ ചില ആളുകളുണ്ട്. ഇപ്പോൾ മനുഷ്യൻ്റെ പ്രകൃതമാണ്, മനുഷ്യനാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചാരാ? നല്ല ആളോടെ ചോദിച്ചു. അല്ല ഞാൻ ഓൻ്റെ അവിടെ ആ ചൂടിൻ്റെ എത്തി ഇരുന്നിട്ട് തലച്ചോറ് അളിക്കുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ബ്രെയിന്. സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ച് ആവി യന്ത്രം കണ്ടുപിടിച്ച് നോ 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 നിങ്ങൾ കുറച്ച് GK വന്നിട്ട് GK വരണം. ഞാൻ പറയുന്നില്ല, ഞാൻ പ്രേക്ഷകർക്ക് വിടുകയാണ്. എന്താ പറയാ ഇപ്പം പറഞ്ഞ സീം പറഞ്ഞെടുത്താൽ മതി. സ്റ്റീം എഞ്ചിനല്ലേ അപ്പൊ സ്റ്റീം ജോബ്സ്. ഏതായാലും അദ്ദേഹം ഒന്നല്ല അല്ലല്ല ജെയിംസ് വാട്ടാ പോട്ടെ. ഏതായാലും അദ്ദേഹം ഈ സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചപ്പോൾ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൗണ്ടിലാണ് അദ്ദേഹം സെറ്റ് ചെയ്യണത്. അല്ല അപ്പോൾ ഇയാൾ പറഞ്ഞു, അപ്പോൾ ആൾക്കാർ പറഞ്ഞു ഏയ് അതെന്താണ് സ്റ്റാർട്ടാവൂല എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇയാളതിൻ്റെ പിന്നത്തെ അവിടെയൊക്കെ നടന്ന് കണ്ട സ്കൂറൊക്കെ മുറുക്കിയിട്ട് എന്ത് ചെയ്തു സ്റ്റാർട്ടായപ്പോൾ ഈ ആൾക്കാരൊക്കെ നോക്കിയിട്ട് എന്താണ് ഇന്ന് അത് ഇനി ഓടാൻ പോണില്ല ഓടൂലെന്ന് പറഞ്ഞു. അതിൽ അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങി ഓടി. അപ്പോൾ പിന്നെ ഇതേ ആൾക്കാരെ കൂടി നിന്നിട്ട് പറഞ്ഞു എന്നാ ഞാൻ നിൽക്കാൻ പോണില്ല പറഞ്ഞു. ആ മനസ്സിലായില്ലേ ഇങ്ങനെ. അപ്പോൾ അതിങ്ങനെ പറഞ്ഞു കൊടുക്കും പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തത് ദാറ്റ് ഈസ് വാട്ട് ഈസ് മാത്തമാറ്റിക്സ്. എന്താ വെച്ചാൽ ഇത് ഇവിടെ വരുന്ന നമ്മളെ സ്നേഹിച്ച് വരുന്ന ആളുകൾക്ക് തന്നെ നമ്മൾ ഇപ്പോൾ കുറച്ച് നേരത്തെ ടീം ഒന്ന് പോയി അങ്ങനെ ആളുകൾക്ക് നമ്മുടെ ഈ അതുപോലെ തന്നെ ചില ആളുകൾക്ക് ഇങ്ങനെ ഇതിങ്ങനെ വെക്കുമ്പോൾ വിചാരിച്ചു ഇവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ അത് കൊടുത്തില്ലല്ലോ. എല്ലാവർക്കും ഉണ്ടത്. നമ്മളെ വീട്ടിൽ വെച്ചാൽ നമ്മൾ നമ്മളെന്താണ് പൈസ കൊടുത്തുകൊണ്ട് വാങ്ങണ്ടെന്നേ ഉള്ളൂ. ഇത് കഴിക്കുന്നത് ഇവരെല്ലാം മധുര വിരോധികളാട്ടോ. ഈച്ചോ ആവട്ടെ നട്ട്സ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഈ പറഞ്ഞ മിഠായി ഇപ്പോൾ ഞാനും ബൗണ്ടി അങ്ങനെ ഒന്നായിട്ട് ഇതാക്കണ്ടേ. ഞാൻ കുട്ടികളെ എൻ്റെ സ്കൂളിലേക്ക് ഞാൻ കുറച്ച് കൊണ്ടുപോകും. ബാഗിൽ ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ ഇതുണ്ടാവും. നല്ല കേട്ടോ നല്ല ആക്ടിവിറ്റീസ് നല്ല പ്രകടനം കാഴ്ച വെക്കേണ്ട കുട്ടിയൊക്കെ ഞാൻ തത്സമയത്ത് ഇതേപോലെ സമ്മാനം കൊടുക്കാറുണ്ട്. അപ്പൊ എന്റെ ഇതിൽ കൊണ്ടാക്കല എന്റെ ബാഗിലുണ്ടാവും. എന്താ വെച്ചാൽ ഞാൻ കുറച്ച് കുടിവെള്ളം കൊടുന്നു. കുടിവെള്ളം കുടിക്കണം എന്നുള്ള മൂഡിൽ കൊടുത്തിട്ട് ഞാൻ കുടിവെള്ളം വെച്ചിട്ട് ഞാൻ 2 പരിപാടിക്ക് പോയി. തിരിച്ചു വന്നപ്പോ കുപ്പികൾ മാത്രമാണ് ബാക്കി. അപ്പം അത് ഞാനാണോ കുടിച്ചത്? അല്ല, ഇവനാണോ കുടിച്ചത്? ഇവിടെ എല്ലാവരും ആണ്. പക്ഷെ അവന് നമുക്ക് വിരോധമല്ല. നമ്മളെ കുട്ടികളെ നോ പ്രോബ്ലം. കോളേജിൽ പോയാലോ? നമുക്ക് രണ്ടാകുമ്പോ ഡിഗ്രി എടുത്താലോ? അടുത്ത വർഷം നമുക്ക് ബലപ്പം ചേരാം. അങ്ങനെ ചിന്ത വരാൻ കാരണം അല്ല എനിക്ക് ഡിഗ്രി എടുക്കാം.
എടുത്തോ അല്ല അപ്പൊ എനിക്ക് പോവേ പോയിക്കോ ഒപ്പരെ പോവാതാറേ വന്നോ വന്നോ എന്തെങ്കിലും ചെയ് അത് മതി അമ്പാനെ നീ നിനക്ക് ഇഷ്ടമുള്ള ചെയ്യാൻ പാനെ അങ്ങനെ ചിന്ത വരാൻ കാരണം എന്താ നമ്മളുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗമാണ് വലിയൊരു മെമ്മറബിൾ ഭാഗമാണ് സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അത് കിട്ടിയിരിക്കണേ, അത് ഞങ്ങളായിട്ട് ഉണ്ടാക്കിയതായിരുന്നു. നിങ്ങളെ പോലത്തെ സാറുമാരും കൂടി അന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ മൊമെന്റുകളൊക്കെ ഞങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അതല്ല, ആ പഠിക്കുന്ന സമയം അന്നത്തെ മനസ്സും ഇന്നത്തെ മനസ്സും വ്യത്യാസമുണ്ട്. ഇപ്പൊ നമുക്ക് ഒന്നും കൂടി ആസ്വദിക്കാൻ കഴിയും. ജയറാമൊക്കെ പോയി ലാസ്റ്റ് കോളേജ് സീനിയേഴ്സ് ഒരു സിനിമ അല്ലേ, അതേമാതിരി നിങ്ങൾ എല്ലാരും പാടെ അഫി ജോയിൻ ചെയ്തു, ആദ്യം ചോദിച്ചപ്പോൾ ഒന്നിച്ച് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യും. എന്നിട്ട് ഒരു ക്ലാസ്സിൽ ഫസ്റ്റ് ഇയറിൽ 28 വയസ്സിലെ ഒരാള് അജോത് ബാംഗ്ലൂർ നിർത്തിയാലോ? അങ്ങനെയാണെങ്കിൽ നാട്ടിലേക്ക് അനുഭവങ്ങൾ തരുന്നതിൽ എന്ത് ചെയ്തറിയോ, പിന്നെ പിടിച്ചോ, നമ്മുടെ ചില ഗുരുനാഥന്മാർ പരാജയപ്പെട്ടു. അവിടെയാണ്, മനസ്സിലായില്ലേ? അനുഭവങ്ങൾ തരുന്നതിൽ കഞ്ഞിത്താത്തമാർ വിജയിച്ചു. എന്താ അനുഭവങ്ങളല്ലേ? പിന്നെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാണ് ഭക്ഷണം തരുന്നത്. ചെറുപയർ, മുട്ട, അല്ല ഞാൻ പറഞ്ഞറിയോ, നോക്കൂ, ഒന്നിപ്പോ ഈ ടീച്ചിങ് മേഖലയ്ക്ക് അസുറ് കേൾക്കണ്ടോ, നിങ്ങളാണ് ചോദ്യം ഇട്ടേ. അവിടെ എടുത്തക്കടാ ഓക്കെ അസുറോ, ടീച്ചിങ് മേഖലയ്ക്ക് ഇപ്പോൾ ആളുകൾ കുറഞ്ഞു വരികയാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ മാറിയ യുഗത്തിലെ അധ്യാപകനാകണമെങ്കിൽ നല്ല റിസ്ക് വേണം. അപ്പോൾ ചില ആളുകൾ എന്താണ്, മെയ്ഡ് ടീച്ചേഴ്സാണ്. സന്ദർഭ സാഹചര്യമൊക്കെ എങ്ങനെയോ ടീച്ചറാക്കിയ ആളുകൾ. ഇപ്പോൾ നമ്മൾ ടീച്ചറാണ്, പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ കിട്ടിയ 6 മാസത്തിൽ നല്ല അവിടെ ചോപ്പി നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കാണില്ല, അതെ, നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടരുത്. അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ ഇടം നേടാന്നില്ലാണ് ഒരു അധ്യാപകൻ ഒരാളായിട്ട് മാറുക. ഇന്നത്തെ സാഹചര്യത്തിൽ അതേ നടക്കുള്ളൂ. ഈ വടിയും ചൂരലൊന്നും ഏത് ഹൈക്കോടതി സുപ്രീം കോടതി പറഞ്ഞു. നല്ല ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഞാൻ പറയുമ്പോൾ 2 കൊല്ലം പഠിച്ചു, ഒരു കൊല്ലം പഠിപ്പിച്ചു കാണും. അതെ, അതേപോലെ ഒരു 6 ഒരു 1.5 കൊല്ലം ട്രെയിനിങ്ങിനും പോയി കാണും. ഞാൻ മനസ്സിലാക്കിയ വലിയ പാഠം എന്താ വെച്ചാല്, എത്ര കണ്ട് നമ്മൾ കുട്ടികളായിട്ട് വളരെ നല്ല രീതിയിൽ കൈൻഡ് ഹേർട്ടഡ് ആയിട്ട് ഇടപഴകണോ അത്ര കണ്ട് നമുക്ക് ഇവരെ അടക്കി നിർത്താൻ വടികളുടെയോ ആക്രോശം ആവശ്യമില്ല എന്നുള്ളതാണ്. നമ്മൾ ക്ലാസ്സിൽ വന്ന് കൈ പൊന്തിച്ച് നല്ലൊരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ മക്കളെ എന്ന് വിളിച്ചാൽ മതി. എല്ലാവരും കണ്ണും ചെവിയും പിന്നെ അതല്ല പറഞ്ഞില്ലേ, പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന ചേച്ചിമാരാണ് കുട്ടികളെ മനസ്സിലിടം നേടുന്നത്. ഇപ്പം നമ്മളെ സ്കൂളിലേ ഞങ്ങളെ മുൻ HM സുധ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് ഈ മെനു ഇടൽ ഭയങ്കര അന്നൊക്കെ ഈ മെനു സുധ ടീച്ചർ ആ കാലത്താണ് തോന്നുന്നു മെനു തുടങ്ങണ ഒരു സമയം. ഈ അല്ലേ അന്നല്ലേ മെനു തുടങ്ങണ ഒരു സമയം, നല്ലോണം മെനു ഇടും. ഇന്നത് അന്നാണ് ഈ കബ്സ ഇതൊക്കെ ആ ഒരു ചെറുപയർമെന്നൊന്ന് മാറിപ്പിടിച്ചത് എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ജോയിൻ ചെയ്തതിൻ്റെ ശേഷമാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ചിക്കൻ ഇന്ന് ഈ മെനു വായിച്ച് കുട്ടികളെന്തൊരു ആവേശമാണ്. ഉച്ചയാകുമ്പോഴത്തേനും ഓൾക്കൊരു ആവേശം, ഈ മണം വരുന്നതും ചൊവ്വ വരുന്നതും. അപ്പോൾ ഓൾ രാവിലെ തന്നെ ചേച്ചിമാരോടൊക്കെ ഇന്നത്തെ മെനു എന്താ, ഭയങ്കര സന്തോഷം. ഇവർക്ക് ഭക്ഷണം എന്നുള്ളത് വലിയൊരു ഘടകം. ഒരാളെ മനസ്സ് കീഴടക്കാൻ നല്ലൊരു സാധനമാണ് ഭക്ഷണം, നല്ലാക്കി ഉണ്ടാക്കിയാലും കൊടുത്താലും ഒക്കെ. അപ്പോൾ അതാണ് ഇപ്പം പറയുന്നത്, ന്യൂൺ ഫീഡിങ്ങിന്റെ ചേച്ചിമാര് കുട്ടികളെ മനസ്സിൽ നല്ലൊരു സത്യം. ചേച്ചിമാരെപ്പോഴും കുട്ടികളോട് എടുത്തോ, പിന്നെ കറി വേണേ, ഭയങ്കര കഴിപ്പിക്കണ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിമാർക്ക്. കുട്ടികൾ നല്ല കഴിക്കണ കുട്ടികളെ ഒരു കറി കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ നല്ലവരായിട്ടുള്ള പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, ഈ രംഗത്തേക്ക് മെയ്ഡ് ടീച്ചേഴ്സ് അങ്ങനെ വല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കേണ്ട, വരാതിരിക്കുക നല്ലത്. ബോൺ ടീച്ചേഴ്സ് വരണം. എന്നുവെച്ചാൽ അങ്ങനെയല്ല, ടീച്ചറായി ജനിക്കല്ല, അങ്ങനെ ജനിക്കുമ്പോൾ ടീച്ചറായി ജനിക്കുക മനസ്സിലല്ലേ? എഴുതിയിട്ടും ചില കുട്ടികളൊക്കെ അങ്ങനെ പറയും എനിക്ക് ടീച്ചർ ആവണ ആഗ്രഹം അറിയാലോ. യെസ്, ആ ആളുകളാണ് ഇന്ന് ക്ലാസ് മുറികളിൽ വേണ്ടത്. വിരളമാണത്. ഒരു വിദ്യാലയം തുറന്നാൽ 1000 ജയിലറകൾ പൂട്ടാന്നാണ് ഇന്നത്തെ കൺസെപ്റ്റ്. ഒന്ന് ആലോചിക്കുകയാണ്. ഒരു വിദ്യാലയം, ശരി, അത് കറക്റ്റ് ഒന്ന് ഒരാൾ പറഞ്ഞേ, കോട്ടിങ് ഇതാണ്ടോ. ഒരു വിദ്യാലയം തുറന്നാല് 1000 വിശാബാങ്കാണ് മോളില് ഇവിടെടാ. അതന്നെ കഴിഞ്ഞു. ഒരു വിദ്യാലയം തുറന്നാൽ
ഇതൊരാളെ മഹാന്റെ ഒരു കോട്ടിംഗ് ആണ്. 1000 ജയിലറകൾ എന്താണ് പൂട്ടാം എന്നാണ്. ഇതിന്റെ പുതിയൊരു വേർഷൻ പറഞ്ഞേ. അതല്ല പറഞ്ഞേ. ഇന്നത്തെ അത് അവർ പറഞ്ഞു വെച്ച കാര്യമാണ്. Not to translate to English. The other version. ഒരു വിദ്യാലയം തുറന്നാൽ 1000 ജയില് പോലെന്ന് അല്ലേ? അതായത് ഒരു വിദ്യാലയം തുറക്കുന്നതിന് മുമ്പ് 1000 ജയിലറകൾ തുറക്കേണ്ട, കൂട്ടേണ്ടതല്ല, തുറക്കേണ്ട അവസ്ഥയാണ് ഇന്ന്. ഒരു വിദ്യാലയം തുറക്കുന്നതിന് മുമ്പ് അത്രയും കുറ്റവാളികളാണ് ഒരു വിദ്യാലയത്തിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. ക്രിമിനൽസ് അതെല്ലാം ഉണ്ട്. ഇഷ്ടം പോലെ. അപ്പൊ എന്താ പ്രശ്നം വെച്ചാലേ, ഇതിന് സമ്മാനിച്ച് കൊടുക്കട്ടെ ഞാൻ. ദാറ്റ് ഈസ് വാട്ട് ഈസ് എഡ്യൂക്കേഷൻ. മാത്തമാറ്റിക്സ് അല്ല, ഗാന്ധിജിയുടെ വേർഡ്സ് ആണ്. ബൈ എഡ്യൂക്കേഷൻ. ശരിക്കും ശ്രദ്ധിക്കണേ. നോ അതൊക്കെ അതൊക്കെ എഡ്യൂക്കേഷൻ ഈസ് പ്രഗ്നന്റ്. By education I mean all round drawing out of the best in child and man, body, mind and spirit. ഒന്ന് പറഞ്ഞു അതിന്റെ രോമാഞ്ചം കൊണ്ട്. By education I mean all round drawing out of the best in child and man, body, mind and spirit. ഞാൻ പറയാം. വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് കേവലം ജോലിയല്ല, അക്ഷരങ്ങൾ അറിയലല്ല. ഒരു മനുഷ്യൻ്റെ സമൂലമായിട്ടുള്ള സർവോന്മുഖമായിട്ടുള്ള പറഞ്ഞൊന്നില്ലേ, സമൂലം എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞ ഓൾ റൗണ്ട്, അങ്ങനെ പറഞ്ഞില്ലേ, ഓൾ റൗണ്ട് അതിൻ്റെ പറയും ഓൾ റൗണ്ടിന് മലയാളം. യെസ്, അത് അങ്ങനെയുള്ള മാറ്റമാണ് ബോഡി, മൈൻഡ് ആൻഡ് സ്പിരിറ്റ്. കേട്ടോ, ബോഡി, മൈൻഡ്, സ്പിരിറ്റ്. ഈ വണ്ടിയിലും സ്പിരിറ്റാ സാറേ. അതും സ്പിരിറ്റാ. കൈയെടുക്ക് സാറേ. എന്തോരാൾക്കാരാ. കണ്ടില്ലേ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അതാരും പറഞ്ഞില്ല. ബൗണ്ടി എനിക്ക് തന്നെ ഉണ്ടാ. ബൗണ്ടി തിരിച്ചു കൊടുത്തു നമ്മള്.